ഗൈസ് ഇവളെന്നെ ഡാൻസ് മാസ്റ്റർ വിക്രത്തിനെ പോലെ ആക്കി കളഞ്ഞു ഗൈസ്. ഇന്നാണ് സച്ചുവിന്റെ മെഹന്തി ഡേ. ഈവനിങ് ആയപ്പോ ബ്യൂട്ടീഷ്യൻ വന്ന് ഒരുങ്ങാനിരുത്തിയപ്പോഴാണ് അറിഞ്ഞത് തയ്ക്കാൻ കൊടുത്ത ഡ്രസ്സ് തയ്യക്കടയിൽ നിന്ന് വാങ്ങിച്ചില്ലെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി തയ്യക്കടയിൽ പോയി ഡ്രസ്സ് കളക്ട് ചെയ്തപ്പോഴത്തേക്കിനാണ് അറിഞ്ഞത് ഇന്നിടാനുള്ള ഡ്രസ്സിന് ഷാളിന് പിടിപ്പിക്കാനുള്ള ലേസ് തികയില്ലെന്ന്. എന്തൊക്കെ വള്ളിയല്ലേ ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് കിട്ടുന്നത്. തയ്യക്കടയിൽ നിന്നിറങ്ങി ഞാൻ നേരെ പോയത് നമ്മുടെ ചങ്ങനാശ്ശേരി പരാഗില് ലേസ് വാങ്ങാനാണ്. ലേസൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നപ്പോ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അനുജ മൂത്ത താത്തായ ഏകദേശം ഒരുക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇരുന്ന് എന്നെ ഇങ്ങനെയാക്കാൻ ഇവള് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കഷ്ടപ്പാട് കാണാനായിട്ട് നമ്മുടെ കുടുംബക്കാരെല്ലാരും അപ്പുറം ഇപ്പുറയൊക്കെ വന്ന് നിപ്പുണ്ടായിരുന്നു. കറക്റ്റ് ഡാൻസ് ഗൈസ് ഇവളെന്നെ ഡാൻസ് മാസ്റ്റർ വിക്രത്തിനെ പോലെ ആക്കി കളഞ്ഞു ഗൈസ്. എടി ഓണാക്കാതാണോ തന്നത്? ആണോ? റെഡ് കത്തിയായിരുന്ന വെറൈറ്റി പിടിക്കണം എന്ന് പറഞ്ഞ ഒരുങ്ങി ഈ ലുക്കായപ്പോ ഞാൻ കുറച്ച് പേടിച്ചായിരുന്നു കേട്ടോ. എന്നാ ഫൈനലി ഈ ലുക്കായപ്പോ എനിക്ക് ഇവക്കൊരു കുതിരപ്പവനൊക്കെ കൊടുക്കാൻ തോന്നി. മൂത്ത ഇത്താതാക്ക് ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് എത്ര കണ്ണാടിയിലും ക്യാമറയിലും നോക്കിയിട്ടും മതിയാകുന്നില്ലായിരുന്നു. ഒരുങ്ങി ഫൈനൽ ലുക്ക് എല്ലാം വന്നു കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്ത മേക്ക് ഓവറിലാണ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നത്. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരുങ്ങി താഴെ ഇറങ്ങിയപ്പോ വീട്ടിൽ ആരുമില്ല. അങ്ങനെ കിട്ടിയ വണ്ടിക്ക് ട്രിബിൾ അടിച്ച് ഞങ്ങൾ ഡയറക്റ്റ് ഓഡിറ്റോറിയത്തിലോട്ട് വിട്ടു. സ്വന്തം ചേട്ടത്തിയുടെ മെഹന്തി ആയതുകൊണ്ട് അനിയത്തിമാരെന്നുള്ള റോളുകൾ ഞങ്ങൾ എവിടെയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ഇവിടെ നമ്മുടെ ഡാൻസും പാട്ടും ഒക്കെ പകുതി ആയപ്പോഴത്തേക്കിനും നമ്മുടെ ചെക്കൻ കൂട്ടരിങ്ങ് വന്നു കേട്ടോ. അവരുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാ ഈ കുഞ്ഞി പെണ്ണിനെ.
ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ചെക്കൻ കൂട്ടറുടെ മെഹന്തി ഡീലാട്ടോ. കുറെ നേരം ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും എല്ലാം പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത് എല്ലാ കല്യാണ പെണ്ണും കല്യാണ ചെറുക്കന്മാരും ഒക്കെ ഈ വന്നവരെല്ലാരും പോയി കഴിഞ്ഞ് ലാസ്റ്റ് ട്രിപ്പ് വരെ വിശപ്പ് സഹിച്ച് എങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്നതെന്നാണ്. നമുക്ക് വിശന്നാ ഗ്യാസ് കയറും എന്നുള്ള കാര്യം എടുത്ത് പറയണ്ടേ. അതുകൊണ്ട് തന്നെ കിട്ടിയതൊക്കെ നോക്കി ഉള്ള ഫുഡിലെല്ലാം ഓരോന്ന് വെച്ചെടുത്ത് ഞാൻ ട്രൈ ചെയ്തു. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ മെഹന്തി വ്ലോഗ് ഇത്ര ഉള്ളൂ കേട്ടോ. ബൈ.